നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കഥയരങ്ങിൻ്റെ ദിവസമാണ്. കഥയല്ല, കലയരങ്ങിൻ്റെ ദിവസമാണ്. ഞാൻ പതിവ് പോലൊരു പാചകക്കുറിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട്, ഒരു ഉണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ എൻ്റെ ഭവനത്തിൽ ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ട്. നമ്മളൊക്കെ പണ്ട് പറമ്പിലൊക്കെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ ധാരാളം കൃഷി ചെയ്യുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ പാവയ്ക്ക എന്നൊക്കെ ഇവിടെ എറണാകുളം ജില്ലയിലൊക്കെ പറയണേക്കാം. മറ്റുള്ളിടത്ത് തൃശ്ശൂർ ജില്ലയിലേക്ക് അതിന് പറയുന്നത് കൈപ്പയ്ക്ക എന്നാണ്. ഈ കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക, ആ പാവയ്ക്ക ഒരുപാട് വരുമ്പോൾ കുറേ ഇങ്ങനെ ഇത് കളഞ്ഞിട്ട് കൊണ്ടാട്ടൻ ഉണക്കി വയ്ക്കും. പാവയ്ക്ക കൊണ്ടാട്ടൻ അത് ഉണങ്ങി വച്ചിട്ടുള്ളത് ഊണ് കഴിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ 5-6 എടുത്ത് വറക്കാം. നല്ലതാണ് പാവയ്ക്ക കൊണ്ടാട്ടൻ. പ്രത്യേകിച്ച് ഈ പ്രസവിച്ച് കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൽ നെയ്യിൽ പാവയ്ക്ക കൊണ്ടാട്ടം വറുത്തിട്ട് ആ നെയ്യ് ചൂടോടുകൂടി ചോറിലേക്ക് ഒഴിച്ചാൽ കൊടുക്കുക. അങ്ങനെ ഒരു പ്രസവ ശുശ്രൂഷയുടെ ഒരു ഭാഗമായിട്ടൊക്കെ ധാരാളം പാവയ്ക്ക ഒക്കെ ഉള്ള അങ്ങനെയുള്ള സമയത്ത് പാവയ്ക്ക കൊണ്ട് പല പല വിഭവങ്ങളും എൻ്റെ ഭവനത്തിൽ ഉണ്ടാക്കാറുണ്ട്. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കും, പിന്നെ ഇത് ഒരു തരം ഉപ്പിലിട്ടതൊക്കെ ഉണ്ടാക്കണമെന്ന്. പിന്നെ ചില ഈ സാമ്പാറിലൊക്കെ ഇടും പാവയ്ക്ക ചില സമയത്ത് നീളത്തിൽ മുറിച്ച്. നല്ല കയ്പാ, ഞങ്ങളൊന്നും തിന്നാറില്ല. ആ കഷ്ണം മാറ്റി അങ്ങോട്ട് വയ്ക്കും. അങ്ങനെയാണ്. പിന്നീട് പാവയ്ക്ക കൊണ്ട് ഉണ്ടാക്കാറുള്ള ഒരു സംഭവം, അതെനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് കേട്ടോ. അതാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇതിനെ പറയാറ് എൻ്റെ ഭവനത്തിൽ, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഭവനത്തിൽ ഇതിന് പറയാറ് കൈപ്പയ്ക്ക എന്നാണല്ലോ. കൈപ്പയ്ക്ക വറക്കൂട്ട് അങ്ങനെയാണ് പറയുക. ആ കൈപ്പയ്ക്ക ധാരാളം ഉണ്ടല്ലോ, കുറച്ച് വറക്കൂട്ടുണ്ട് ഉണ്ടാക്കി വെച്ചാലോ, കുറച്ച് ദിവസം എന്നിങ്ങനെയാണ് പറയുക വല്യമ്മമാർ തമ്മിൽ. അങ്ങനെ പറയുക. ഈ ഒരു വലിയ ബേസണിൽ ഒരു 10-20 കൈപ്പയ്ക്ക അങ്ങോട്ട് എടുക്കും, കഴുകും, ആരും ചോറ് കളയും. ഈ പറഞ്ഞ പോലെ ചെറുതാക്കി, അതായത് കൈപ്പയ്ക്ക അങ്ങോട്ട് നീളമുള്ള വലിയ കൈപ്പയ്ക്ക ആയിരിക്കും, അല്ലെങ്കിൽ പാവയ്ക്ക ആയിരിക്കും. വെളുത്തതും ഉണ്ട്, പച്ചയുണ്ടൊക്കെ ഉണ്ട്. അതങ്ങോട്ട് മുറിച്ച് കീറി ചോറങ്ങോട്ട് കളഞ്ഞ് പിന്നെ അതിനെ ഒന്നുകൂടെ അങ്ങോട്ട് കീറി എടുത്തിട്ട് എത്രയും ഈ പാത്തി പോലെ വരണേനെ ഇങ്ങനെ പിച്ചാത്തിക്ക് ഇങ്ങനെ ഒരാൾ കഴുകി വാരി കൊണ്ടെന്ന് വെച്ചാൽ ഇത് മുറിച്ച് ചോറ് കളഞ്ഞങ്ങോട്ട് ഇടും. അപ്പോൾ മറ്റേ അതിനെ മുറിച്ച് ഒന്നുകൂടി ഇങ്ങനെ കീറി അടുത്തതിലേക്ക് എടുക്കും. അടുത്തിരിക്കണ ആൾ അത് 2-3 അങ്ങോട്ട് കൂട്ടിയെടുക്കും. കീറിയതല്ലേ, പൊടിയെന്നല്ല, കഷ്ണങ്ങൾ വിരിച്ചെടുക്കാൻ പറ്റും. ആ വിധത്തിൽ അങ്ങോട്ട് അരിഞ്ഞു എന്നിട്ട് വലിയ ചരുവത്തിൽ നിറയെ ഇങ്ങനെയാക്കും. അപ്പോൾ ആ സമയത്ത് വേറെ ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ അവിടെ ഉള്ള സമയത്താവും കേട്ടോ. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില വലിയാണെങ്കിൽ അതും ഒന്ന് നുറുക്കിയതാണ്. പിന്നെ അതിൽ ഇതും കൂടി ഇതാവും. എന്നിട്ട് എണ്ണയാണ് കേട്ടോ ഇത് വറക്കാൻ ഉപയോഗിക്കുന്നത്. ആദ്യം ചെയ്യുന്നത് വറക്കുകയാണ്. എണ്ണ എന്ന് പറഞ്ഞാൽ അന്ന് കാലത്തൊക്കെ എള്ള് ഉണ്ടാവും, കൃഷി ചെയ്തിട്ടുള്ള എള്ളുണ്ടാവും. അത് ആട്ടിയ എണ്ണ ധാരാളം ഉണ്ടാവും. അപ്പോൾ ആ എള്ളെണ്ണ വലിയൊരു ചീൻചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിക്കും. ഇത്തിരി നല്ലോണം അങ്ങോട്ട് ഒഴിക്കും. എന്നിട്ട് ഈ പാവയ്ക്ക ഉപ്പും കൂടി അതിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിന് കുറച്ച് ഉപ്പും കൂടി ഇടും, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. അതിൽ ഈ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിൻ്റെ ഇലയും കൂടി എല്ലാം കൂടി ഇങ്ങനെ ഇളക്കി അതൊരുമാതിരി അങ്ങോട്ട് വറുത്ത കടുമുട്ട് പറക്കില്ല, എന്നുവെച്ചാൽ നിറമൊക്കെ മാറി ബ്രൗൺ കളറും കടന്ന ഒരു നിറത്തിലേക്ക് എത്തും. അങ്ങനെ എത്തുമ്പോൾ ചെറിയ കണ്ണാപ്പയ്ക്ക് അത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ അതിൽ കുറച്ച് എണ്ണ ഉണ്ടാവും. ആ എണ്ണ ഇങ്ങനെ നോക്കും, വലിയമ്മ ഇങ്ങനെ നോക്കും. എന്നിട്ട് പറയും അമ്മോടോ അല്ലെങ്കിൽ മറ്റൊരു കൊച്ചേച്ചി ഇത്തിരി എണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ഈ കൊച്ചേച്ചി എന്ന് പറയുന്നത് മറ്റൊരു വല്യമ്മ തന്നെയാണ്. കുറച്ചും കൂടെ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു. ഈ എണ്ണ അങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക്, ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ മാനുഫാക്ചറിങ് സീക്രട്ട്, സാമ്പാർ പരി. ആദ്യം തന്നെ ഒരു ഗ്ലാസ് ഉണ്ട്, ഒരു ചെറിയ ഗ്ലാസ്. ഒരു ഗ്ലാസ് ഉഴുന്ന് പരിപ്പം കൊണ്ടിടും. പിന്നെ ഈ വറുത്തിടാനുള്ള മുളകും അതിൻ്റെ കൂടെ ഇടും. ആദ്യം തന്നെ മുളകിട്ട് കഴിക്കില്ല, ഈ ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ടാണ് പിന്നുള്ളതൊക്കെ ഇടുക. അതിൽ മുളക് എടുക്കും. മുളകെന്ന് പറയണത് ഈ കാന്താരി മുളകല്ല, പച്ചമുളകിൽ തന്നെ ഈ ഉണ്ടമുളകായിട്ട് ഒരു കൂട്ടുണ്ടാവും, ചുണ്ടങ്ങ പോലെ വലിപ്പത്തിലും ഉണ്ടമുളകുകളുണ്ട്. ആ ഉണ്ടമുളകുകൾ വേറെ കിട്ടുന്നത്, അതൊക്കെ പഴുത്തതൊക്കെ പച്ചക്കാടെ ആവശ്യത്തിന് അന്നൊക്കെ എടുത്തു പോകും. ബാക്കി പഴുത്ത മുളകുകളെല്ലാം കൂടി
ഒന്നുമില്ല, ഉപ്പ് ഇടില്ല, ഒന്നുമില്ല. വെറുതെ പലമ്പലിട്ടിട്ട് അങ്ങോട്ട് ഉണക്കും. അത് വറുത്തിടാൻ വേണ്ടിയിട്ട് ആ മുളകാണ് സാധാരണയായിട്ട് എടുക്കാറ്. അപ്പോൾ ഒരു ഉണ്ടയായിട്ടുള്ള മുളകുണ്ട്. ആ മുളക് ഒരു 5-6 അങ്ങോട്ട് വാരിയിടും. ഈ എണ്ണയിൽ കിടന്ന് ഈ പാവയ്ക്കയും മുളകൊന്നങ്ങടായി, ഉഴുന്ന് പരിപ്പ് ഇട്ടു, മുളക് ഒന്നും കൂടി ആയി. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിലിടും. പാവയ്ക്ക നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക്. അതിൽ മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, ഉപ്പിട്ടിട്ട് കറിവേപ്പിലയും കൂടെയൊക്കെ ചേർത്ത് വറുത്ത് കോരി വെച്ച പാവയ്ക്ക. അതിൻ്റെ ബാക്കി വരുന്ന എണ്ണയിൽ കുറച്ചുകൂടി എണ്ണ ഇങ്ങോട്ട് ഒഴിക്കേണ്ടി വന്നു. അപ്പം ഇങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ട് കടുക്, മുളക്, ഈ മുളക് 5-6 കറിവേപ്പിലയും കൂടെ വീണ്ടും ഇട്ടു. അത് കഴിഞ്ഞിട്ട് പരിപ്പ്, ആദ്യം ഉഴുന്ന് പരിപ്പ്, പിന്നെ സാമ്പാർ പരിപ്പ്, പിന്നെ ചെറുപയർ പരിപ്പ്, പിന്നീട് പരിപ്പ് വട ഉണ്ടാക്കണ കടലപ്പരിപ്പ്, പിന്നെ പൊട്ടുകടല എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് കടലയാണ്, വറുത്ത കടലയാണ്. നമ്മൾ ദോശപ്പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഉണ്ടാക്കണ കാണാമല്ലോ. ഈ പരിപ്പുകൾ 5-6 കൂട്ടം കൂടി അതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് പതുക്കെ ഇളക്കി. അത് ഒരുമാതിരിക്ക് അങ്ങോട്ട് മൂത്ത ഒരു ചെമ്പറന്ന നിറം. ഉഴുന്ന് പരിപ്പിനെ നോക്കിയിട്ടാണ് ഇതിൻ്റെ മൂപ്പ് നോക്കുക. നല്ല ചെമ്പറന്ന ഒരു നിറമായി കഴിയുമ്പോൾ അപ്പം തന്നെ ഈ ഗ്യാസ് അങ്ങോട്ട് നിർത്തും. എന്നിട്ട് പിന്നെ നിൽക്കുന്ന ചൂടിലേക്ക് കുറച്ച് അച്ചാർ പൊടി, അന്ന് കാലത്ത് മുളക് പൊടി, ഉലുവൊക്കെ പിന്നെ കായം വേറെ ചേർക്കുക. ഇപ്പം ഈ അച്ചാർ പൊടിയാണ് ഞാനിടുന്നത്. അച്ചാർ പൊടി അങ്ങോട്ട് ഇട്ട് ഈ എണ്ണയ്ക്ക് ചൂടാറും മുമ്പ് ഈ അച്ചാർ പൊടി ഇങ്ങനെ പരിപ്പൊക്കെ ഇങ്ങനെ മാറ്റി വെച്ച് നടുവിലെ എണ്ണ കൂടി വന്ന് നിൽക്കുന്ന എണ്ണയിലേക്ക് അച്ചാർ പൊടി അങ്ങോട്ട് ഇടും. അപ്പോൾ അതും അധികം കിടന്നിട്ട് ഒന്നങ്ങോട്ട് മൂക്കും. മൂത്ത് കഴിഞ്ഞാൽ ഈ വറുത്ത് കോരി വെച്ചേക്കണ പാവയ്ക്ക അതിലേക്ക് അങ്ങോട്ട് കൂട്ടും. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് അവിടെ വച്ചിട്ട്, ഇനിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ് സീക്രട്ട്, ഒരു ചെറുനാരങ്ങ. എൻ്റെ കഷ്ടത്തിൻ്റെ ഇതനുസരിച്ചിട്ട് ഞാനുണ്ടാക്കിയപ്പോൾ ഇന്ന് ഒരു ചെറുനാരങ്ങ എടുത്തത്. ഒരു ചെറുനാരങ്ങ അങ്ങോട്ട് മുറിച്ച് അതിൻ്റെ നീര് ഇതിൻ്റെ മീതെ അങ്ങോട്ട് വീഴ്ത്തുക. ഈ ഒരു നാരങ്ങയുടെ നീര് അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇളക്കി നല്ലോണം ഒന്നങ്ങോട്ട് ഇളക്കി പൊത്തി അവിടെ വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി അങ്ങോട്ട് ഇളക്കുക, വീണ്ടും ഒന്ന് പൊത്തി വയ്ക്കുക. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടാറിയാൽ അത് നല്ല ഭരണിപാത്രങ്ങളിലാണ് അവിടെ ആക്കി വയ്ക്കാറ്. ഇങ്ങനെയുള്ള വട്ടത്തിൽ മത്തങ്ങാഭരണി എന്ന് പറയുന്ന ഒരു തരം ഭരണി പതിവുണ്ട്. ആ മത്തങ്ങാഭരണിക്കകത്തേക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കും. ഇപ്പം തരത്തിന് കുപ്പികളല്ലേ, സ്ഫടിക പാത്രത്തിൽ, ഭരണിപാത്രത്തിൽ വെക്കാവൂ. പ്ലാസ്റ്റിക്കിൽ ഈ നാരങ്ങയുടെ നീരൊഴിച്ചിട്ടുള്ള കെമിക്കൽ ആക്ഷൻ ഉണ്ടാവും പ്ലാസ്റ്റിക്കായിട്ട്, അതിൽ പാടില്ല. പകർത്തി വയ്ക്കുക. ഇതിലിനി ഒരു സ്വകാര്യം പറയട്ടെ. ഏറ്റവും ഇത് ഈ വറക്കൂട്ടുണ്ടാക്കുന്ന ദിവസം അവിടെ എൻ്റെ ഭവനത്തിൽ ഉച്ചപ്പം മിക്കവാറും അത് ഉണ്ടാക്കുന്ന സമയത്ത് ചോറിനൊക്കെ ഇത്തിരി ചൂടുള്ള ഒരു ചോറായിരിക്കും, അല്ലെങ്കിൽ ഉണക്കച്ചോറ് കുറച്ച് ചൂടുള്ള. അതിന് ആ സമയം അനുസരിച്ച് ഇത് പാത്രത്തിലേക്ക് മാറ്റിക്കാൻ വേണ്ടി അടിയിൽ കുറച്ച് വയ്ക്കുക. നമ്മൾ ഈ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വേറെ വിളമ്പാനായിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി ആ ചീഞ്ചട്ടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് ഉണക്ക് പിടിച്ചിട്ടുള്ള കുറച്ച് മെഴുക്ക് പുരട്ടിയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിങ്ങനെ ചട്ടകം വെച്ച് കുത്തി അടർത്തി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ചോറ് ഇട്ടിട്ട് അങ്ങോട്ട് ഉരുട്ടി പെരട്ടി ഉണ്ണുമ്പോൾ ഒരു സുഖം, സ്വാദ് എന്താ മെഴുക്ക് പുരട്ടിയുടെ. അതേപോലൊരു പണിയാണ് ഇവിടെയും ചെയ്യാൻ പോണത്. ഈ വറക്കൂട്ടുണ്ടാക്കി മാറ്റി വെച്ച ആ ചീഞ്ചട്ടി ഉണ്ടല്ലോ, ഹിൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടി, അതിലേക്ക് ഒരു ചട്ടുക ചോറ് അങ്ങോട്ട് എടുത്തിടും. ചൂടുള്ള ചോറാണെങ്കിൽ അതിവിശേഷം. അതങ്ങോട്ട് ഇളക്കി ചട്ടുകം കൊണ്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി ഒരു പ്ലേറ്റിലേക്ക് പകർത്തി വെച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി അങ്ങോട്ട് കുഴച്ചിട്ട് ഒന്നും ഉണ്ടാകുമോ, വയറ് നിറച്ചല്ല കുറച്ചും കൂടി ഉണ്ടായിരിക്കും. നല്ല രുചിയാണ് ഈ വറക്കൂട്ടിൽ. എന്താ ഇതിന് പറയുക? പാവയ്ക്ക വറക്കൂട്ട്. വടക്കോട്ടാണെങ്കിൽ കൈപ്പയ്ക്ക വറക്കൂട്ട്. ഞാൻ ഇന്നുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വറക്കൂട്ട്, ഒന്ന് കണ്ടോളൂ. ആ ഉണ്ടമുളക് വറുത്തിട്ടത് ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മേത്തെ വെച്ചേക്കുക. അത് ഈ വറക്കൂട്ടിൽ അതൊരു സ്റ്റൈലാണ്. അത് കടിക്കാൻ പറ്റാൻ വേണ്ട കേട്ടോ, അസലെരിവാ മുതൽ.
പിന്നെ ഒരു ചെറുനാരങ്ങ നീര് ഇതിലൊഴിച്ചുല്ലോ. ഒരു ചെറുനാരങ്ങ എടുത്ത് ഞാനൊരു ഭംഗിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കറിവേപ്പിൻ്റെ തണ്ടൊന്ന് ചുറ്റി വളച്ച് വെച്ചു. ഇന്ന് ഞാനുണ്ടാക്കിയ പാചകം, ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന പാചക വിധിയിൽ അവതരിപ്പിക്കുന്ന മുതൽ പാവയ്ക്ക വറക്കൂട്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ, നല്ല സ്വാദുണ്ട് കേട്ടോ. സാധാരണ ദിവസങ്ങളിൽ നമ്മൾ എന്നും പാവയ്ക്കയും മെഴുക്ക് പുരട്ടിയും തീയലും സാമ്പാറോ അല്ലെങ്കിൽ അതോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതിന് പോലെ ഇതിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇത് നല്ല സാധാരണയായിട്ട് ഇതിന് ഏറ്റവും ഒരു രുചി എനിക്ക് അനുഭവപ്പെടാറുള്ളത് വൈകുന്നേരങ്ങളിൽ ചില ദിവസം കഞ്ഞി വയ്ക്കും. കഞ്ഞി മതി നിൽക്കുന്ന ആ കഞ്ഞിക്ക് ഉപ്പിലിട്ടതൊക്കെ തൊട്ട് കൂട്ടണ പോലെ ഇതും ഒരു ചെറിയ സ്പൂൺ, നമ്മളൊരു ചെറിയ സ്പൂൺ കൊണ്ട് ഇത്തിരി എടുത്താൽ നല്ല സ്വാദാണ്. കഞ്ഞി കുടിക്കുമ്പോൾ അത്താഴത്തിന് കഞ്ഞി കുടിക്കാൻ പറ്റിയ കറിയത്. അപ്പോൾ നിങ്ങളൊക്കെ വറക്കൂട്ടുണ്ടാക്കുമല്ലോ, പാവയ്ക്ക കൊണ്ടൊരു വറക്കൂട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാറുള്ളതാവൂല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതാണെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ. നല്ലതാണെന്നേ എനിക്ക് പറയാനുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ, ഉണ്ടാക്കിയിട്ട് ഒത്തിരി കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കിയിട്ട്. നമുക്ക് പറ്റിയ ആൾക്കാർ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ ഇത്തിരിയൊക്കെ ഒന്ന് കൊടുത്തു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലെന്നേ, കൊടുത്ത് കഴിക്കണതല്ലേ സുഖം. അപ്പോൾ ഇന്നത്തെ കലയരങ്ങിൻ്റെ ആദ്യ ദിവസമായ ഇന്ന് എൻ്റെ കോൺട്രിബ്യൂഷൻ പാവയ്ക്ക വറക്കൂട്ട്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. വല്ലാണ്ട് വരും. എല്ലാവർക്കും